നമ്മുടെ ഫ്ലീറ്റ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ. അപ്പോൾ വലിയ കമ്പനികളിൽ ഇപ്പോൾ 5, 10, 100, 1000 വണ്ടികളുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ, കുറേ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ, വണ്ടികൾ റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ഒന്നും കൂടെ എഫിഷ്യൻ്റ് ആക്കാൻ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ അകത്തെ പ്രൈമറി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചേഴ്സ് വന്നിട്ട് ഓരോന്നായിട്ട് ഞാൻ കാണിക്കാം. ഇത് വന്നിട്ട് ലൈവ് ട്രാക്കിംഗ് ആണ്. അപ്പോൾ നമ്മുടെ വെഹിക്കിൾസൊക്കെ ഈ സൈഡ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് 7 വെഹിക്കിൾസ്, ആ വെഹിക്കിൾസ് വന്നിട്ട് എവിടേക്കാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്, എവിടേക്കാണ് അത് ഓടിക്കൊണ്ടിരിക്കുന്നത്, എവിടേക്കാണ് അത് ഐഡിലായിരിക്കുന്നത് എന്നുള്ളത് കാണാം. ഇപ്പോൾ ഈ ഫസ്റ്റ് വണ്ടി അത് ഇതാ ഇവിടെ ഉണ്ട്. നമ്മുടെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ വന്നിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ 3 വണ്ടി. ഈ ഒരു വണ്ടി 496 ഇത് ഈ ജംഗ്ഷനിൽ വന്നിട്ട് ഇപ്പോൾ ഐഡിൽ സ്റ്റേറ്റിലാണ്. ഐഡിൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് ഓൺ ചെയ്തിട്ട് വെച്ചേക്കുക, പക്ഷേ അനങ്ങാണ്ട് നിൽക്കുമായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവർ ഈ സെനാബു ഹസെ എന്ന് പറയുന്ന റോഡ് പിടിച്ച് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് വന്നിട്ട് ഏത് റോഡിൽ കൂടിയാണ് പോകുന്നത്, എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ലൈവ് ട്രാക്കിംഗ് ഫീച്ചർ വെച്ചിട്ട്. അപ്പോൾ ഇതല്ലാണ്ട് അടുത്ത് വന്നിട്ടൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലീറ്റ് ആസറ്റ്സ് ഇവിടെ വന്നിട്ട് നമുക്ക് ടോട്ടൽ വെഹിക്കിൾസ് ഏതൊക്കെയാണെന്നുള്ളത് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു അലേർട്ട് കിട്ടി, ഒരു പുതിയ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അതേത് വണ്ടിയാണ്? ഇതാ 310 ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അവിടെ പാർക്ക് ചെയ്ത് വെച്ച ഏതോ ഒരു വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്, അല്ലാതെ പിന്നെ അവർ ഓഫാക്കി. അപ്പോൾ എന്തായാലും വന്നിട്ട് നമുക്കിങ്ങനെ അലേർട്ടുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കും. അല്ലല്ല കറക്റ്റാണ്. അപ്പോൾ വന്നിട്ട് വെഹിക്കിൾ സ്റ്റാർട്ട്, പിന്നെ അടുത്ത് ഇനിയൊരു വെഹിക്കിളും കൂടെ സ്റ്റാർട്ടായിപ്പോൾ 3ാമത്തെ വെഹിക്കിൾ. അപ്പോൾ ഇവർ ഇതിൽ ഏതോ ഒരു വണ്ടിയും കൂടെ അപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേത് വണ്ടിയാണെന്ന് നമുക്ക് നോക്കാം. ഇതേത് വണ്ടിയാണ്? ഇത് ദൂരം വേറൊരു സ്ഥലത്തുള്ളൊരു വണ്ടിയാണ്. ഓക്കെ, ഈ വണ്ടിയും ഇപ്പോൾ ഒരു ഫാസ്റ്റ് ഫുഡിൻ്റെ അവിടെ അത് പാർക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു, പക്ഷേ അതും ഇപ്പോൾ വന്നിട്ട് സ്റ്റാർട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വന്നിട്ട് ലൈവായിട്ട് വെഹിക്കിൾ സ്റ്റാർട്ടാവുന്ന, സ്റ്റോപ്പാകുന്ന, പോകുന്ന അങ്ങനെയൊക്കെ വന്നിട്ട് നമുക്ക് മാപ്പിൽ കാണാൻ പറ്റും. ഇനി അടുത്ത് വന്നിട്ട് നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചർ എന്ന് പറയുന്നത് യൂസേഴ്സാണ്. ഇപ്പോൾ നമ്മുടെ കമ്പനിയിലൊരു 3 പേരുണ്ട്. അപ്പോൾ മെയിനായ ആളാണ് അഡ്മിന്. അതല്ലാണ്ട് ഇപ്പോൾ നമുക്ക് ഒരു മാനേജറിനെ അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്ററിനെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. പുള്ളീൻ്റെ പേര്, ഡീറ്റെയിൽസ്, അഡ്രസ്സ്, ഇമെയിൽ അഡ്രസ്സ്, പുള്ളീൻ്റെ എന്ത് റോളാണ്, ഫ്ലീറ്റ് മാനേജറാണോ, ഓപ്പറേറ്ററാണോ, ഡ്രൈവറാണോ, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് പുള്ളിക്ക് എത്ര വെഹിക്കിൾ കാണാൻ പറ്റും എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു മാനേജറിന് 2 വെഹിക്കിളെ കാണേണ്ട ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പുതിയ യൂസറിന് ഒരു യൂസർ ഐ ഡിയും ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് പുള്ളി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ 2 വെഹിക്കിൾ പുള്ളിക്കാരന് മോണിറ്റർ ചെയ്യും. അപ്പോൾ അതല്ലാണ്ട് നമുക്ക് റിപ്പോർട്ട്സ് ഉണ്ട്. നമുക്ക് കുറേ റിപ്പോർട്ടുകളുണ്ട്. ഓവർ സ്പീഡ്, ഫ്യൂവൽ ലെവൽ, ഫ്യൂവൽ ഫില്ലിംഗ്, ഫ്യൂവൽ തെഫ്റ്റ്, അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് ഇഷ്ടം പോലെ റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു റിപ്പോർട്ട് മാത്രം കാണിക്കാം. ഓവർ സ്പീഡ് റിപ്പോർട്ട്. ഇന്നത്തെ ദിവസം എല്ലാ വെഹിക്കിളും 7 വെഹിക്കിളും 80 കിലോമീറ്റർ സ്പീഡിൻ്റെ മേലേക്ക് പോയ ഇന്നത്തെ ദിവസത്തെ വെഹിക്കിൾസ് ഏതാണെന്നുള്ളതാണ് ഞാനിപ്പോൾ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ലോഡായി നമുക്ക് 3 വണ്ടികൾ 80 കിലോമീറ്റർ പെർ ഹാറിനേക്കാളും കൂടുതൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ വണ്ടി ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഇന്ന് ഏത് ടൈമിൽ ഏത് സ്ഥലത്ത് എത്ര കിലോമീറ്ററിലാണ് പോയെന്നുള്ള റെക്കോർഡിംഗ് ആണിത്. അപ്പോൾ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വന്നിട്ട് മാപ്പ് ഓപ്പൺ ആവും. ഗൂഗിൾ മാപ്പാണ്. അപ്പോൾ ഈ റൂട്ടിൽ ഈ സ്ഥലത്ത് എത്തുമ്പോൾ പുള്ളിക്കാരൻ, നമ്മുടെ ഡ്രൈവർ 112 കിലോമീറ്റർ പെർ ഹാറിലാണ് പോയിരിക്കുന്നത്. അങ്ങനെ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ടുകൾ കിട്ടും. ഏത് റിപ്പോർട്ട് വേണമെങ്കിലും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. CSV, PDF, HTML, JSON, അങ്ങനെ പല ഫോർമാറ്റുകളുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ഫീച്ചേഴ്സ്. ഇതല്ലാണ്ട് ഇപ്പോൾ V2 ഇത് വേർഷൻ 1 ആണ്. V2 വന്നിട്ട് 2 ആഴ്ചകൾക്കുള്ളിൽ റിലീസാവും. അപ്പോൾ കൂടുതൽ ഫീച്ചറുകൾ വരും. അപ്പോൾ ഞാൻ പുതിയ ഡെമോ വന്നിട്ട് ഇട്ടുവിട്ടേക്കാം.